കള്ളാടി ദുരന്തത്തിൽ സർക്കാരിന്റെ അനാസ്ഥ തുറന്നുകാട്ടി സൈറ്റ് എഞ്ചിനീയർ കുഞ്ചു ടി.കെയുടെ വെളിപ്പെടുത്തൽ. ദുരന്ത സ്ഥലത്തെ കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന മീറ്റിംഗിൽ താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കുഞ്ചു ടി.കെ. ദുരന്ത സമയത്തെങ്കിലും പക്വതയോടെ സംസാരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകണമെന്ന് പി.എ. മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും മുൻ മന്ത്രി കെ രാജനും വ്യക്തമാക്കി. കരാറുകാരെ പഴിച്ച് സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും കുറ്റപ്പെടുത്തി. വയനാട് മനുഷ്യനിർമ്മിത ദുരന്തത്തിൽ സർക്കാർ സംവിധാനത്തിലെ അനാസ്ഥ തുറന്നുകാട്ടിയാണ് സൈറ്റ് എഞ്ചിനീയർ കുഞ്ചു ടി.കെയുടെ വെളിപ്പെടുത്തൽ. ദുരന്ത സ്ഥലത്തെ കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന് മീറ്റിംഗിൽ താൻ ആവശ്യപ്പെട്ടിരുന്നതായി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട സൈറ്റ് എഞ്ചിനീയർ കുഞ്ചു ടി.കെ പറഞ്ഞു. 10-ാം തീയതിക്ക് ശേഷം കൂട്ടിയിട്ട മണ്ണ് മാറ്റാനിരുന്നതാണ്. മഴ തുടങ്ങിയ സമയത്ത് മണ്ണ് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് വൈകിയതെന്നും കുഞ്ചു പറഞ്ഞു. റിപ്പോർട്ടായിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജസ്റ്റ് 10-ാം തീയതി റിപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ADM-ൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പോയിട്ട് ഏരിയ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് മേപ്പാടി മുതൽ ചൂരൽമല ഏരിയ ഇല്ല. പിന്നെ നിയർ ബൈ എന്ന് പറയുമ്പോഴത്തേനും 7 ഏക്കർ എന്ന് പറയുന്നത് നമ്മൾ ബേസ് ക്യാമ്പിൻ്റെ അടുത്താണ്. പക്ഷേ അവിടെ ഓൾമോസ്റ്റ് ഫുൾഫില്ലായി. മണ്ണിടുന്ന സ്ഥലമില്ലാത്തതുകൊണ്ടാണോ മാറ്റാതിരുന്നത്? മണ്ണിടുന്ന സ്ഥലം അവരെല്ലാം കൂടി ഞങ്ങൾ വില്ലേജ് ഓഫീസറെല്ലാം കൂടി ചേർന്നിട്ട് സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 10-ാം തീയതി മീറ്റിംഗ് ഉണ്ട്. അതിന് ശേഷം മാത്രമാണ് നമുക്കിത് മാറ്റാൻ പറ്റുമായിരുന്നത്. അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. മഴ നമുക്ക് ഈ ഒരു 2 ദിവസം കൊണ്ടാണ് ഇത്രയും മഴ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് മഴ ഉണ്ടായിരുന്നില്ല. വന്ന് ചാറി പോവാന്നല്ലാണ്ട് വന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതേസമയം ദുരന്ത സമയത്തെങ്കിലും പക്വതയോടെ സംസാരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകണമെന്ന് പി.എ. മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിന് ഇടതുപക്ഷ സംഘടനകളെല്ലാം മുൻപന്തിയിലുണ്ടാകുമെന്നും മുഹമ്മദ് റിയാസ് ഉറപ്പു നൽകി. ഇത്തരം ഘട്ടങ്ങളിൽ പക്വതയോടുകൂടി സംസാരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകണം. എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തേണ്ട സമയത്ത് പഴയ സർക്കാരിൻ്റെ കുഴപ്പമെന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് തെറ്റായ നിലയിൽ പോകാൻ ശ്രമിക്കുന്നതും ഒരു വകുപ്പ് മറ്റൊരു വകുപ്പിന് മേൽ കുറ്റം ചാർത്താൻ ശ്രമിക്കുന്നതും പാസിംഗ് ദി ഡോൾ പോലുള്ള പരിപാടികൾ മന്ത്രിമാർ നടത്തപ്പെടില്ല അവിടെ കൊടുക്ക് എന്ന് പറയുന്ന രീതിയും ഒക്കെ ഒഴിവാക്കുന്നതാണ് പക്വമായ ഒരു ഗവൺമെൻറ്റിന് ചേർന്നത്. അത് ഇനിയെങ്കിലും അതിന് തയ്യാറാകാൻ ബന്ധപ്പെട്ടവർ മുന്നിട്ടിറങ്ങണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളിലെല്ലാം ആദ്യം മുതൽ ഇതിൻ്റെ അവസാനം വരെ ഞങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിലുണ്ട്. അത് ഞങ്ങൾ ഇനിയും ഉണ്ടായിരിക്കും, തുടർന്നു പോകും. ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും മുൻമന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഘട്ടത്തിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതിനകത്തുപെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തലാണ്. ഒറ്റക്കെട്ടായി ഈ കാര്യങ്ങളിൽ നിൽക്കണം എന്ന അഭിപ്രായമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. സർക്കാരിന് പൂർണ്ണമായ പിന്തുണ ഈ പ്രവർത്തനങ്ങൾക്ക് നൽകുകയാണ്. പ്രാഥമികമായ കാഴ്ചയിൽ നിന്നുകൊണ്ട് മാത്രം അഭിപ്രായം പറയുന്ന രീതി ഒഴിവാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളെയും കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുകയും ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുകയും അതുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യണം. എന്നാൽ ദുരന്തത്തിൽ കരാറുകാരെ പഴിച്ച് സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഇതിനെ നേരിടുന്നതിന് പകരം ഇത് കൈയൊഴിയാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇത് കേവലം ഒരു കരാറെടുത്ത കമ്പനിയെ മാത്രം അവരുടെ ഉത്തരവാദിത്തം മാത്രമാണ് എന്ന് പറഞ്ഞ് ഒഴിവാകാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.